48 ടീമുകൾ, 114 മത്സരങ്ങൾ. ജൂൺ 11 കിക്ക് ഓഫ് തുടങ്ങിയ ലോകകപ്പ് മാമാങ്കം ഏതാണ്ട് അന്ത്യത്തിലേക്ക് അടുത്തിരിക്കുകയാണ്. ആവേശ പോരാട്ടത്തിൽ ലോകത്തിലെ ഫുട്ബോൾ ചാമ്പ്യന്മാർ ആരാണെന്ന് അറിയാനുള്ള ആവേശ പോരാട്ടത്തിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ലോകകപ്പിന്റെ വിശേഷങ്ങളുമായി കാണാം സ്പോർട്സ് സ്പോട്ട്. ലോകകപ്പിന്റെ ഏറ്റവും ആവേശകരമായ മൂന്നാം സ്ഥാനക്കാർക്ക് വേണ്ടിയുള്ള മത്സരങ്ങൾ ആരംഭിക്കാൻ തുടങ്ങിയാണ്. നാളെ മിയാമിയിലാണ് ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരം. സ്പെയിനോട് പരാജയപ്പെട്ട് ഫ്രാൻസും അർജന്റീനയോട് പരാജയപ്പെട്ട് ഇംഗ്ലണ്ടും നേർക്കുനേർ വരികയാണ്. മൂന്നാം സ്ഥാനം നേടി ലോകകപ്പിലെ തോൽവി മറയ്ക്കാനാണ് രണ്ട് ടീമുകളുടെയും ശ്രമം. പാരീസ് കുതിക്കുമോ, ലണ്ടൻ പിടിക്കുമോ? എംബാപ്പയും ഹാരി കെയ്നും നേർക്കുനേർ വരുമ്പോൾ ആരാകും മൂന്നാം സ്ഥാനത്തിന് വെങ്കല മെഡലിന് അർഹരാവുക എന്ന് കാത്തിരുന്ന് കാണണം. രണ്ടുപേരും ഗോൾഡൻ ബൂട്ട് റേസിൽ മെസ്സിക്കൊപ്പം തന്നെയുണ്ട്. കാണാം ആ വാർത്ത. ഫിഫ ലോകകപ്പ് 2026 മൂന്നാം സ്ഥാനത്തിനായുള്ള പോരാട്ടത്തിന് വേദിയൊരുങ്ങി. ലോക ഫുട്ബോളിലെ രണ്ട് വമ്പന്മാരായ ഫ്രാൻസും ഇംഗ്ലണ്ടും നാളെ മയാമിയിൽ നേർക്കുനേറെത്തും. ഇരു ടീമുകളും വിജയത്തോടെ ലോകകപ്പ് യാത്ര അവസാനിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. സെമിഫൈനലിൽ സ്പെയിനിനോട് തോറ്റ ഫ്രാൻസും അർജന്റീനയോട് പരാജയപ്പെട്ട ഇംഗ്ലണ്ടും വെങ്കല മെഡലിനായാണ് കളത്തിലിറങ്ങുന്നത്. ഫ്രാൻസിന്റെ വേഗമേറിയ ആക്രമണ നിരയും ഇംഗ്ലണ്ടിന്റെ മികച്ച ടീം കോമ്പിനേഷനും മത്സരം ആവേശകരമാക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ഇരു ടീമുകളുടെയും താരനിരകൾ മികച്ച പ്രകടനം പുറത്തെടുക്കും തയ്യാറെടുക്കുകയാണ്. ലോകകപ്പിലെ അവസാന മത്സരത്തിൽ വിജയത്തോടെ മടങ്ങാനാണ് ഫ്രാൻസും ഇംഗ്ലണ്ടും ലക്ഷ്യമിടുന്നത്. യൂറോപ്യൻ ഡെർബിയുടെ എല്ലാ ആവേശവും നിറഞ്ഞ മത്സരത്തിൽ എംബാപ്പയുടെ വേഗതയും ഇംഗ്ലീഷ് പടയുടെ വീര്യവും തമ്മിലുള്ള പോരാട്ടം നടക്കുമ്പോൾ ലോകവേദിയിലെ മൂന്നാം സ്ഥാനം സ്വന്തമാക്കി അഭിമാനം കാക്കാൻ ആർക്കാകും ഭാഗ്യമെന്ന് കാത്തിരിക്കുകയാണ് കായിക ലോകം. സ്പോർട്സ് ഡെസ്ക്, ഷെക്കൈന ന്യൂസ്. തോമസ് ടുഹേലിന്റെ പ്രതിരോധവും ദീദിയർ ദശാംസിന്റെ തന്ത്രങ്ങളും നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ ആരാകും വെങ്കല മെഡൽ നേടുക എന്ന് കാത്തിരിക്കുകയാണ് കായിക ലോകം. കായിക ലോകത്തെ മറ്റൊരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് ലോകകപ്പ് ഫുട്ബോളിന്റെ ട്രോഫി ഇങ്ങ് വന്നെത്തിയിട്ടുണ്ട്. കാണാം, കപ്പെത്തി. ഈ വർഷത്തെ കപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ലൂയി വിറ്റനാണ് കഴിഞ്ഞ 5 വർഷവുമായി ലോകകപ്പിന്റെ കപ്പ് ഡിസൈൻ ചെയ്യുന്നത്. ഈ വർഷവും ലൂയി വിറ്റൻ തന്നെയാണ്. വി എന്ന് വിക്ടറി ആൻഡ് വിറ്റൻ എന്ന് പ്രിന്റ് ചെയ്തിട്ടുള്ള കപ്പ് തന്നെയാണ്. കാണാം ലോകകപ്പിന്റെ വിശേഷങ്ങൾ. ലോകം കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫൈനൽ പോരാട്ടത്തിന് കർട്ടനുയരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഫുട്ബോളിലെ അമൂല്യ സ്വർണ്ണക്കപ്പ് കലാശപ്പോര് നടക്കുന്ന ന്യൂയോർക്ക് ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലേക്ക് എത്തുക രാജകീയ പ്രൗഢിയോടെ. പ്രമുഖ ഫ്രഞ്ച് ലക്ഷറി ഫാഷൻ ഹൌസായ ലൂയി വിറ്റൻ ഈ ലോകകപ്പിനായി മാത്രമായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത പെട്ടിയിലാണ് ട്രോഫി വേദിയിലെത്തുക. ഫിഫയുടെ ഔദ്യോഗിക സപ്ലയർമാരായി ലൂയി വിറ്റനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കായിക ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഈ ട്രോഫി ബോക്സിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നത്. 2010 ദക്ഷിണാഫ്രിക്കൻ ലോകകപ്പ് മുതൽ ആരംഭിച്ച ആഡംബര പാരമ്പര്യം ഇത്തവണയും തെറ്റിക്കാതെയാണ് ഫിഫയും ലൂയി വിറ്റണും കൈകോർക്കുന്നത്. തുടർച്ചയായ 5ാം തവണയാണ് ലോകകപ്പ് ട്രോഫിക്കായി ഈ ഫ്രഞ്ച് കമ്പനി പ്രത്യേക ട്രങ്ക് നിർമ്മിക്കുന്നത്. വിക്ടറി എന്നതിനെയും വിറ്റൺ എന്നതിനെയും സൂചിപ്പിക്കുന്ന സ്വർണ്ണ നിറത്തിലുള്ള വലിയ വി ലോഗോ മുൻഭാഗത്ത് കൈകൊണ്ട് പെയിന്റ് ചെയ്താണ് ഇത്തവണത്തെ ബോക്സ് ഒരുക്കിയിരിക്കുന്നത്. ബ്രാൻഡിന്റെ ഐതിഹാസികമായ മോണോഗ്രാം ക്യാൻവാസും 1860കളിലെ ഡിസൈനുകളെ അനുസ്മരിപ്പിക്കുന്ന സ്വർണം പൂശിയ ബ്രാസ് ലോക്കുകളും കോർണർ പ്രൊട്ടക്ടറുകളുമാണ് ഇതിന്റെ പ്രധാന ആകർഷണം. ബീജ് നിറത്തിലുള്ള ആഡംബര ലെതർ ലൈനിങ് നൽകിയിട്ടുള്ള ഈ പെട്ടിക്കുള്ളിൽ ഫിഫ ലൂയി വിറ്റൺ പങ്കാളിത്തത്തിന്റെ പ്രത്യേക ലോഗോയും പതിപ്പിച്ചിട്ടുണ്ട്. ഫൈനൽ മത്സരത്തിന് തൊട്ടു മുൻപ് ഒരു ഫിഫ ലെജൻഡും ലൂയി വിറ്റൺ അംബാസഡറും ചേർന്ന് ഈ പെട്ടി തുറന്ന് 6.175 കിലോഗ്രാം തൂക്കമുള്ള 18 ക്യാരറ്റ് തങ്കത്തിൽ തീർത്ത ലോകകപ്പ് ട്രോഫി മൈതാനത്തേക്ക് എത്തിക്കും. കായിക രംഗത്തെ മികവിന്റെയും കഠിനാധ്വാനത്തിന്റെയും പ്രതീകമായ ഫിഫ ട്രോഫിയെ അതിന്റെ എല്ലാ പ്രൗഢിയോടും കാത്തു സൂക്ഷിക്കാൻ ലൂയി വിറ്റന്റെ കരവിരുതിനേക്കാൾ മികച്ച മറ്റൊന്നില്ലെന്ന് ഫിഫ ചീഫ് ബിസിനസ് ഓഫീസർ റോമി ഗായ് വ്യക്തമാക്കി. സ്പോർട്സ് ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.
തനി തങ്കത്തിലുള്ള കപ്പ് എത്തിയിട്ടുണ്ട്. ഇനി തനി തങ്കമായ ടീം ഏതാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതിനായി ഒരു ദിവസം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. കായിക ലോകം ഈ കപ്പ് ആര് നേടും എന്നുള്ള ആകാംക്ഷയിൽ തന്നെയാണ്. ഈ വർഷം ഫിഫ പുതിയൊരു പരിഷ്കാരവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ജയിക്കുന്ന ടീമിന് കപ്പിന് പുറമെ ഒരു മോതിരം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2026 മോതിരങ്ങളാണ് ഫിഫ ഈ പ്രാവശ്യം നിർമ്മിച്ചിട്ടുള്ളത്. അതിൽ 30 മോതിരങ്ങൾ കായിക താരങ്ങൾക്കും അവരുടെ പരിശീലകർക്കുമുള്ളതാണ്. ബാക്കി ജനങ്ങൾക്ക് വാങ്ങാനുള്ള അവസരവും ഫിഫ ഒരുക്കിയിട്ടുണ്ട്. കിരീടമോതിരം ആദ്യമായാണ് ഫിഫ കിരീടത്തിനൊപ്പം മോതിരവും കൂടി താരങ്ങളെയും പരിശീലകരെയും അണിയിക്കാനുള്ള ഒരു മുന്നേറ്റത്തിന് ശ്രമിക്കുന്നത്. എന്തായാലും ആരുടെ വിരലുകൾക്കാണ് ഈ ഭാഗ്യമുണ്ടാവുക എന്ന് കാത്തിരുന്ന് തന്നെ കാണാം ആ വാർത്ത. ഫിഫ ലോകകപ്പ് ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത വലിയൊരു പരിഷ്കാരവുമായി അന്താരാഷ്ട്ര ഫുട്ബോൾ ഫെഡറേഷൻ ഇത്തവണ ലോകകപ്പ് ജേതാക്കൾക്ക് ഐതിഹാസികമായ സ്വർണ്ണക്കപ്പിനും സ്വർണ്ണ മെഡലുകൾക്കും പുറമെ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ചാമ്പ്യൻഷിപ്പ് മോതിരങ്ങൾ കൂടി ഫിഫ സമ്മാനിക്കും. ഫിഫയുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഇത്തരമൊരു പുരസ്കാരം ഏർപ്പെടുത്തുന്നത്. അമേരിക്കൻ കായിക ലോകത്തെ പ്രശസ്തമായ പാരമ്പര്യം കടമെടുത്താണ് ഫിഫ ഇത്തവണ ലോകകപ്പിൽ ഈ വൻ മാറ്റം കൊണ്ടുവരുന്നത്. ജൂലൈ 19 ന്യൂയോർക്ക് ജേഴ്സി സ്റ്റേഡിയത്തിൽ നടക്കുന്ന സ്പെയിൻ അർജന്റീന ഫൈനൽ പോരാട്ടത്തിന് ശേഷം ഈ ചരിത്ര മോതിരങ്ങൾ വിതരണം ചെയ്യും. 2026 ലോകകപ്പിന്റെ ഓർമ്മയ്ക്കായി കൃത്യം 2026 മോതിരങ്ങളാണ് ഫിഫ ഇതിനായി നിർമ്മിക്കുന്നത്. ഇതിൽ 30 മോതിരങ്ങൾ കിരീടം നേടുന്ന ടീമിലെ കളിക്കാർക്കും പരിശീലകർക്കുമായി മാറ്റിവെക്കും. ബാക്കിയുള്ള മോതിരങ്ങൾ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർക്കായി ഒഫീഷ്യൽ ലൈസൻസ്ഡ് ഉൽപ്പന്നമായി വിപണിയിലെത്തിക്കും. ഓരോ മോതിരത്തിന്റെ ഒരു വശത്ത് ഫിഫ ലോകകപ്പ് ട്രോഫിയുടെ ചിത്രവും മറുവശത്ത് കിരീടം നേടുന്ന രാജ്യത്തിന്റെ അടയാളങ്ങളും കൊത്തിവെച്ചിട്ടുണ്ടാകും. കൂടാതെ ഇവയ്ക്ക് പ്രത്യേക നമ്പറുകളും ആധികാരികത ഉറപ്പാക്കുന്ന സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കും. ഫൈനൽ മത്സരത്തിന് തൊട്ടു പിന്നാലെ നടക്കുന്ന ആഹ്ലാദ പ്രകടനത്തിനിടെ ചാമ്പ്യൻ ടീമിന്റെ നായകനും മുഖ്യ പരിശീലകനും താൽക്കാലിക മോതിരങ്ങൾ സമ്മാനിക്കും. പിന്നീട് താരങ്ങളുടെ വിരലുകളുടെ അളവനുസരിച്ച് കൃത്യമായി നിർമ്മിച്ച ഫൈനൽ മോതിരങ്ങൾ ഔദ്യോഗികമായി കൈമാറും. ഇംഗ്ലണ്ടിനെ 1-2 ഗോളുകൾക്ക് തകർത്ത് ഫൈനലിലെത്തിയ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും ഫ്രാൻസിനെ 2 ഗോളുകൾക്ക് വീഴ്ത്തിയെത്തുന്ന സ്പെയിനും തമ്മിലാണ് ഞായറാഴ്ച കിരീട പോരാട്ടം. ലോകകപ്പ് ട്രോഫിക്കൊപ്പം ഫുട്ബോൾ ചരിത്രത്തിലെ ആദ്യ ചാമ്പ്യൻഷിപ്പ് മോതിരങ്ങൾ വിരലിലണിയാൻ ഏത് ടീമിനാകും ഭാഗ്യം എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് കായിക ലോകം. സ്പോർട്സ് ഡെസ്ക്, ഷെക്കൈന ന്യൂസ്. എന്തായാലും ആദ്യമായി ഫിഫ കൊണ്ടുവരുന്ന പുതിയ പരിഷ്കാരത്തിൽ ആരുടെ വിരലുകളാണ് യോജിക്കുക എന്നുള്ളത് കണ്ടറിയുക തന്നെ വേണം. പബ്ലിക്കിനും ഇതേക്കുറിച്ച് ഒരു റെപ്ലിക്കയായി അല്ലെങ്കിൽ ഒരു ഓർമ്മയായി വാങ്ങാനുള്ള അവസരവും ഫിഫ ഒരുക്കുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം സ്വാഗതാർഹം തന്നെയാണ്. അതിൻ്റെ ഒരു ഭാഗത്ത് ഏത് രാജ്യമാണോ ജയിക്കുന്നത് അവരെക്കുറിച്ചും ഫിഫയെക്കുറിച്ചും ഉണ്ടാകും എന്നുള്ളതും കാത്തിരുന്ന് കാണാം. എന്തായാലും പുതിയ പരിഷ്കാരം വളരെയധികം ശ്രദ്ധ നേടിയിട്ടുണ്ട് ഫിഫയുടെ. അമേരിക്കയുടെ കായിക പാരമ്പര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇങ്ങനെയൊരു പുതിയ പരിഷ്കാരത്തിലേക്ക് ഫിഫ വന്നിട്ടുള്ളത്. സ്പെയിനും അർജന്റീനയും തമ്മിലാണ് ഇനി വരുന്ന ക്ലാസിക് പോരാട്ടം നടക്കുക. അതിൽ ഏതെങ്കിലും ഒരു ടീമിന്റെ വിരലുകൾക്കായിരിക്കും ഇത് അണിയാനുള്ള ഭാഗ്യമുണ്ടാവുക. സ്പെയിനെ കുറിച്ച് പറയുമ്പോൾ സ്പെയിന്റെ ടിക്കി ടാക്ക മോഡലിലുള്ള പ്രതിരോധം എപ്പോഴും പറയുന്നതാണ്. അതിന്റെ ഒരു ഉപജ്ഞാതാവായി അല്ലെങ്കിൽ അതിൽ ഏറ്റവും സൗന്ദര്യത്തോടു കൂടി ടിക്കി ടാക്ക ശൈലിയിൽ ഫുട്ബോൾ തട്ടിയിരുന്ന ഒരാളുണ്ടായിരുന്നു, ആന്ദ്ര ഇനിയെസ്റ്റ. കാൽപന്ത് കളിയിലെ ക്ലാസിക്. കാൽപന്തിൽ കളി മാത്രമല്ല, അതിനെ ഒരു കവിതയാക്കി മാറ്റിയ അനശ്വര ഇതിഹാസമായിരുന്നു ഇനിയെസ്റ്റ. കാണാം ആ വാർത്ത. ചരിത്രം ചിലരെ വിജയങ്ങളുടെ പേരിൽ ഓർക്കും, ചിലരെ റെക്കോർഡുകളുടെ പേരിൽ. എന്നാൽ ആന്ദ്രേ ഇനിയെസ്റ്റയെ ലോകമോർക്കുന്നത് ഫുട്ബോളിന് സൗന്ദര്യം നൽകിയ കലാകാരൻ എന്ന പേരിലാണ്. തലയിൽ അനാവശ്യമായ ചായങ്ങൾ പൂശാനോ ശരീരം മുഴുവൻ ടാറ്റൂകളാൽ നിറയ്ക്കാനോ അയാൾ തുനിഞ്ഞില്ല. മാധ്യമങ്ങളുടെ അമിത കോലാഹലങ്ങളിൽ നിന്നും എപ്പോഴും അകന്നു നിന്ന ഒരു അന്തർമുഖൻ. എന്നാൽ മൈതാനത്ത് പന്ത് കാലിൽ കിട്ടിയാൽ അയാൾ ഒരു ജാലവിദ്യക്കാരനായി മാറുമായിരുന്നു. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ടിക്കി ടാക്ക ശൈലിയുടെ ഹൃദയമിടിപ്പായ ആന്ദ്രേ ഇനിയെസ്റ്റയുടെ കാലുകളിൽ പന്തെത്തുമ്പോൾ
നോക്കുമ്പോൾ സമയം പോലും ഒരു നിമിഷം നിശ്ചലമാകുന്നത് പോലെ തോന്നും. ലയണൽ മെസ്സി ഒരിക്കൽ പറഞ്ഞതുപോലെ കളിക്കളത്തിൽ പന്ത് ഇനിയേസ്റ്റയെ എപ്പോഴും മിസ് ചെയ്യും. സ്പെയിനിലെ ഫ്യൂവെന്റബില്ല എന്ന ചെറിയ ഗ്രാമത്തിൽ ജനിച്ച് തന്റെ 12-ാം വയസ്സിലാണ് ഇനിയേസ്റ്റ ബാഴ്സലോണയുടെ വിഖ്യാതമായ ലാ മാസിയ അക്കാദമിയിൽ എത്തുന്നത്. മാതാപിതാക്കളെ പിരിഞ്ഞിരുന്ന ആദ്യകാല രാത്രികളിൽ സങ്കടം സഹിക്കാനാവാതെ കരഞ്ഞിരുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു അവിടെ. എന്നാൽ പ്രതിഭയുടെ ആ മാറ്റൊലി തിരിച്ചറിയാൻ ബാഴ്സയുടെ അന്നത്തെ ഇതിഹാസങ്ങൾക്ക് അധികകാലം വേണ്ടി വന്നില്ല. പെപ് ഗ്വാർഡിയോള ഒരിക്കൽ സഹതാരമായ സാവിയോട് പറഞ്ഞിട്ടുണ്ട്, നീ എന്നെ കളിയിൽ നിന്ന് വിരമിപ്പിക്കും, എന്നാൽ ഈ കാണുന്ന കുട്ടി നമ്മളെ രണ്ടുപേരെയും വിരമിപ്പിക്കും. ആ പ്രവചനം സത്യമായി മാറാൻ അധികം സമയമെടുത്തില്ല. സാവിക്കൊപ്പം മധ്യനിരയിൽ ഇനിയേസ്റ്റ തീർത്ത സഖ്യം ബാഴ്സലോണയെയും സ്പാനിഷ് ദേശീയ ടീമിനെയും സുവർണ കാലഘട്ടത്തിലേക്ക് നയിച്ചു. 2010 ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ലോകകപ്പ് ഫൈനൽ നെതർലൻഡ്സിനെതിരെയുള്ള ആ പോരാട്ടം എക്സ്ട്രാ ടൈമിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടന്നു. 116-ാം മിനിറ്റിൽ ബോക്സിനുള്ളിലേക്ക് വന്ന ഒരു പന്ത് ഇനിയേസ്റ്റ തന്റെ വലം കാലുകൊണ്ട് നെതർലൻഡ്സിന്റെ ഗോൾ വലയിലേക്ക് തൊടുത്തുവിട്ടു. സ്പെയിനിന്റെ ചരിത്രത്തിലെ ആദ്യ ലോകകപ്പ് കിരീടം ഉറപ്പാക്കിയ ആ മാന്ത്രിക നിമിഷം ആരാധകർ ഒരിക്കലും മറക്കാനാകില്ല. തന്റെ കരിയറിൽ ഇനിയേസ്റ്റ സ്വന്തമാക്കാത്ത കിരീടങ്ങൾ ചുരുക്കമാണ്. 9 ലാലിഗ കിരീടങ്ങൾ, 4 യുവേഫ ചാമ്പ്യൻസ് ലീഗ് ട്രോഫികൾ, 1 ഫിഫ ലോകകപ്പ്, 2 യൂറോ കപ്പുകൾ. ഇനിയേസ്റ്റയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളും സ്പാനിഷ് ക്ലബ് എസ്പാനോളിന്റെ ക്യാപ്റ്റനുമായിരുന്ന ഡാനി ഹാർക്കെ 2009 ഓഗസ്റ്റിൽ തന്റെ 26-ാം വയസ്സിൽ ഹൃദയാഘാതം മൂലം പെട്ടെന്ന് മരണമടഞ്ഞു. ഈ വിയോഗം ഇനിയേസ്റ്റയെ ആഴത്തിലുള്ള മാനസിക വിഷാദത്തിലേക്ക് തള്ളിവിട്ടു. ഇനിയേസ്റ്റ പിന്നീട് ആ നാളുകളെ കുറിച്ച് തുറന്നു പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്ക് ജീവിതത്തോടുള്ള താല്പര്യം മുഴുവൻ നഷ്ടപ്പെട്ടു. ഞാൻ ശൂന്യനായി മാറി. രാത്രിയിൽ ഉറക്ക ഗുളിക കഴിച്ച് ഉറങ്ങാൻ കിടക്കുന്ന സമയം മാത്രമായിരുന്നു എനിക്ക് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകിയിരുന്നത്. ഫുട്ബോൾ ലോകത്ത് മാനസികാരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എപ്പോഴും ബലഹീനതയായി കാണാറുണ്ട്. എന്നാൽ ഇനിയേസ്റ്റ അവിടെ ഒരു മാതൃകയായി. തനിക്ക് ഒറ്റയ്ക്ക് ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ താരം ഉടൻ തന്നെ ബാഴ്സലോണയുടെ ഡോക്ടർമാരെയും സൈക്കോളജിസ്റ്റുകളെയും കണ്ട് പ്രൊഫഷണൽ തെറാപ്പി തേടി. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ, നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ അത് തേടുക തന്നെ വേണം. അതിനാണ് ഈ മേഖലയിലെ വിദഗ്ധർ ഉള്ളത്. ചികിത്സ തേടുക എന്നത് നാണക്കേടല്ല. ഇനിയേസ്റ്റയെ ആ ഇരുണ്ട ഗുഹയിൽ നിന്ന് പുറത്തെത്തിക്കാൻ ബാഴ്സലോണയിലെ കൂട്ടായ്മ വലിയ പങ്കുവഹിച്ചു. അന്നത്തെ കോച്ച് പെപ് ഗ്വാർഡിയോളയും സഹതാരങ്ങളും ഇനിയേസ്റ്റയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകി. വിഷാദരോഗത്തോട് പടപൊരുതിക്കൊണ്ടാണ് ഇനിയേസ്റ്റ 2010 ഫിഫ ലോകകപ്പിനായി ദക്ഷിണാഫ്രിക്കയിലേക്ക് വണ്ടി കയറുന്നത്. ഫൈനലിൽ നെതർലൻഡ്സിനെ 116-ാം മിനിറ്റിൽ സ്പെയിനിനായി വിജയ ഗോൾ നേടിയ ശേഷം ഇനിയേസ്റ്റ തന്റെ ജേഴ്സി ഊരിയോടിയത് ചരിത്രമാണ്. അതിനിടയിലെ വെള്ള ടീഷർട്ടിൽ അദ്ദേഹം എഴുതി വെച്ചിരുന്നു, ഡാനി ഹാർക്കെ എപ്പോഴും ഞങ്ങൾക്കൊപ്പം. ആ ഒരു ഗോളും അതിലൂടെ ഇനിയേസ്റ്റ തന്റെ മൺമറഞ്ഞുപോയ സുഹൃത്തിന് നൽകിയ ആദരവും ഇനിയേസ്റ്റയെ വിഷാദത്തിന്റെ കറുത്ത ദിനങ്ങളിൽ നിന്ന് പൂർണ്ണമായി മോചിപ്പിക്കാൻ സഹായിച്ച വലിയൊരു ഔഷധമായിരുന്നു. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന കിരീടങ്ങൾ ചൂടുമ്പോഴും ഉള്ളിൽ കടുത്ത വേദന അനുഭവിച്ചിരുന്ന ഇനിയേസ്റ്റയുടെ കഥ ശാരീരികാരോഗ്യം പോലെ തന്നെ മാനസികാരോഗ്യവും എത്രത്തോളം പ്രധാനമാണെന്ന് ലോകത്തിന് കാണിച്ചു തന്നു. ദീർഘകാലത്തെ ഫുട്ബോൾ കരിയറിന് ശേഷം താരം കളിക്കളത്തോട് വിട പറഞ്ഞു. ബൂട്ടഴിച്ചു വെച്ചെങ്കിലും ഫുട്ബോളിനോടുള്ള പ്രണയം ഇനിയേസ്റ്റ അവസാനിപ്പിച്ചില്ല. നിലവിൽ UAE ക്ലബ്ബായ ഗൾഫ് യുണൈറ്റഡ് FC-യുടെ മുഖ്യ പരിശീലകനായി തന്റെ പുതിയ കരിയറിന് താരം തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആന്ദ്രേ ഇനിയേസ്റ്റ ഒരു നിശബ്ദ സംഗീതമാണ്. പച്ചപ്പുല്ലിൽ എഴുതപ്പെട്ട ഒരു കവിതയാണ്. ജയിക്കാൻ മാത്രമല്ല, മനോഹരമായി ജീവിക്കാനും മനുഷ്യരെ പഠിപ്പിച്ച ഒരു കഥയാണ്. പന്തിനെ കാലുകൾ കൊണ്ട് മാത്രമല്ല, ഹൃദയം കൊണ്ട് തൊട്ട ഒരു കലാകാരന്റെ കഥയാണ്. ഫുട്ബോൾ ഒരിക്കലും അദ്ദേഹത്തെ മറക്കില്ല. കാരണം ഇനിയേസ്റ്റ കളിച്ചിരുന്നില്ല. അദ്ദേഹം ഓരോ മത്സരവും ഒരു കവിതയായി ജീവിക്കുകയായിരുന്നു. കോടിക്കണക്കിന് വരുന്ന കാൽപന്ത് പ്രേമികളുടെ മനസ്സിൽ പ്രതിഭയുടെയും വിനയത്തിന്റെയും അടയാളമായി എൽ ഡോൺ ഇനിയേസ്റ്റ എന്നെന്നും ജീവിക്കും. സ്പോർട്സ് ഡെസ്ക്, ഷെക്കൈന ന്യൂസ്. ആന്ദ്രേ ഇനിയേസ്റ്റയുടെ പിന്മുറക്കാരാണ് ഈ ലോകകപ്പിൽ മുത്തമിടാനായി ഫൈനലിലേക്ക് മാർച്ച് ചെയ്തിരിക്കുന്നത്. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയുമായിട്ടാണ് അവരുടെ മത്സരം. അർജന്റീന സ്കലോണിയുടെ ടീം കപ്പടിക്കുമോ അതോ ഇനിയേസ്റ്റയുടെ പിന്മുറക്കാർ കപ്പിൽ മുത്തമിടുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം. ലോകകപ്പിന്റെ വിശേഷങ്ങൾ, ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. ലോകകപ്പിന്റെ വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം.